വൻ സീൻ. ഈ ജാബറികളെ കൊണ്ട് തോറ്റു. എന്തൊരു വെറുപ്പിക്കലാണ് ഇവർ. ഇവരെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സിജോ വന്നതിൻ്റെ പിന്നാലെ ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി സിജോയുടെ പിന്നാലെ നടന്നെങ്കിലും ജാസ്മിൻ്റെ ആ ആഗ്രഹം എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെച്ചു കൊടുത്തു ബിഗ് ബോസ്. ജാസ്മിൻ അറിയേണ്ടത് താൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ടോ എന്നാണ്. പിന്നീട് ഇതിനെക്കുറിച്ച് ജാസ്മിനും ഗബ്രിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് റസ്മിൻ കയറി വരുന്നുണ്ട്. അപ്പോൾ റസ്മിനോടും ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ടോ എന്ന്. അതിന് റസ്മിൻ്റെ മറുപടിയാണ് കലക്കിയത്. നീ അടിപൊളിയായി ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ നിന്റെ ഗെയിം ഇല്ലാതാക്കുന്നൊരു സംഭവമാണ് ഗബ്രി. കാരണം ഫുൾ ടൈം നീ ഗബ്രി ഗബ്രി എന്ന് മാത്രമാണ് മനസ്സിൽ. ജാസ്മിൻ ഗബ്രിയെ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. റസ്മിൻ എരിതീയിൽ എണ്ണ ഒഴിക്കുന്നുമല്ല കേട്ടോ. എന്നാലും കുറച്ച് എണ്ണ ഒഴിച്ച് കളയാമെന്ന് വെച്ച് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നുണ്ട്. റസ്മിനും ജാസ്മിനും കൂടി ഗബ്രിയെ മാക്സിമം ഇട്ട് കുടയുന്നുണ്ട്. ഗബ്രി പറയുന്നത് തനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. മോഹൻലാൽ അടക്കം വന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. ജാസ്മിന് ഇഷ്ടമുണ്ട്, പക്ഷേ അത് പ്രണയത്തിലേക്ക് പോകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴും ഗബ്രി അവിടെ സൈലന്റ് ആവുകയാണ് ചെയ്തത്. കളിച്ച് ജാസ്മിൻ കാര്യത്തിലോട്ട്. ഗബ്രിക്കാണെങ്കിൽ കൈച്ചട്ടി ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥ. ഈ റിലേഷൻ എന്താണെന്ന് അറിയുന്നില്ല പോലും. കൺഫ്യൂഷനാണ്, ക്ലാരിറ്റി ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് വർത്തമാനമാണ് അത്? ഇത് 17-18 വയസ്സുള്ള കുട്ടികൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ പ്രേക്ഷകർ വിശ്വസിച്ചേനെ. ഇത് ദേ ആർ ഗ്രോൺ അപ്പ് ഇനഫ്. ഒരു റിലേഷൻ ഏത് രീതിയിലുള്ളതാണ്, ഒരു റിലേഷനെ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഈ പ്രായത്തിലും അത് ഉണ്ടായില്ലെങ്കിൽ പിന്നെ എപ്പോൾ ഉണ്ടാവാനാണ്? ഇത് അതൊന്നുമല്ല, എനിക്ക് നിന്നോട് ഒരു കുന്തവുമില്ല എന്ന് ഗബ്രിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പിന്നെയുള്ള എലിമിനേഷനിൽ ഗബ്രി ഔട്ടായിരിക്കും. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ, ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കടിച്ചു തൂങ്ങുന്നത്. മോശം തന്നെ. ആകെ ജാസ്മിനാണ് ഗബ്രിയുടെ പിടിവള്ളി. ആ വള്ളിയില്ലെങ്കിൽ ഗബ്രി എന്ത് കണ്ടന്റ് ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കും? റസ്മിൻ പിന്നെയും ചോദിക്കുന്നുണ്ട്. ഗബ്രി അപ്പോൾ, എനിക്ക് ഇവളോട് സ്നേഹമുണ്ട്, കെയറുണ്ട് എന്ന് വെച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ, ഗബ്രി ഈസ് ഫ്ലേർട്ടിങ്. ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് വരെ ഒട്ടിരുമി ഇരിക്കാൻ ഒരാൾ വേണം. പക്ഷേ ജാസ്മിന് ശരിക്കും പ്രണയമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ജാസ്മിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ജാസ്മിന് ഗബ്രിയോട് പെരുത്തി ഇഷ്ടമാണെന്ന്. ഗബ്രി തൊട്ടതും പിടിച്ചതും ഒന്നും പ്രണയമല്ല, ഞാൻ ഇങ്ങനെയാണ് എല്ലാവരുടെ എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത്. എന്തായാലും ഒരു നടപടിയാവുന്ന കേസല്ല ഇത്. രണ്ടെണ്ണത്തിനെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞേക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രേമമില്ലെങ്കിൽ ജാസ്മിൻ ഒരു ഉഗ്രം പ്ലെയർ ആയിരുന്നു. അതിനുശേഷം ഗബ്രി കുറേ നാടകമൊക്കെ നടത്തി, വയ്യാത്ത പോലെയൊക്കെ. മെഡിക്കൽ റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. പോയതുപോലെ തന്നെ തിരിച്ചു വന്നു, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. ഫോർ മോർ വീഡിയോസ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.